നമസ്കാരം. കന്യാദാനം സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ ഉപയോഗിക്കാൻ പാടില്ല. ചീരുവിനെ കാണണമെന്ന് വിനയൻ അനന്തൻ മാഷിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ നടക്കില്ല വിനയ, എന്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാനിനി ചെയ്യില്ല. ജയിലിൽ നിന്നും നിന്നെ ഞാൻ ഇറക്കിയ നന്ദി നിനക്കുണ്ടെങ്കിൽ മേലിൽ എന്റെ മകളെ ശല്യം ചെയ്യരുതെന്ന് വിനയനോട് മാഷ് പറയുന്നു. അങ്ങനെ വിനയൻ ചീരുവിനെ കാണാനാകാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വിനയനെ എങ്ങനെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് ചീരു ചോദിക്കുന്നു. യൂസഫ് അലി എന്ന വലിയൊരു മനുഷ്യന്റെ സഹായത്താലാണ് വിനയനെ ജയിലിൽ നിന്നും ഇറക്കിയതെന്ന് പറയുമ്പോൾ അത് വേണ്ടായിരുന്നു, വിനയനെ പോലെ ഒരാൾക്ക് വേണ്ടി അച്ഛന്റെ സൗഹൃദം കളയാൻ പാടില്ലായിരുന്നു എന്ന് ചീരു പറയുന്നു. വിനയന്റെ അമ്മയുടെ സങ്കടം കണ്ട് നീ തന്നെയല്ലേ എന്നോട് വിനയനെ ജയിലിൽ നിന്നും ഇറക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞതെന്ന് മാഷ് പറയുന്നു. അനുപമ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കണ്ട് സുശീല പറയുന്നു അനുപമയോട് ജോലിയൊന്നും ചെയ്യേണ്ടെന്ന്. സോനയോടും പ്രതിഭയോടും ഇനി മുതൽ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്താൽ മതിയെന്നുമൊക്കെ പറയുന്നു. സത്യത്തിൽ സുശീലയുടെ അഭിനയമാണെന്ന് ആർക്കും ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല. ഇക്കണക്കിന് അനുവേട്ടത്തി പ്രസിഡന്റായി കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്കൊന്നും കാണാൻ പോലും തരില്ലല്ലോ എന്ന് സോന പറയുന്നു. രഘുവിനെ ആദിലിന്റെ ഭാര്യ വിളിക്കുന്നു. കുട്ടിയുടെ സ്ഥിരം കൊടുക്കേണ്ട മരുന്ന് തീർന്നു, ഇവിടെ ഒന്നും അത് കിട്ടില്ല, ടൗണിൽ പോയാലാണ് വാങ്ങേണ്ടതെന്നും പറയുമ്പോൾ രഘു മരുന്നിന്റെ സ്ലിപ്പ് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കാൻ പറയുന്നു. ഇതൊക്കെ കേട്ട് അമ്പിളി നിൽക്കുന്നു. ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രഘു പറയുന്നു കമ്പനിയിലെ കുമാറാണ് വിളിച്ചതെന്നും ബട്ടൺസ് തീർന്നത് വാങ്ങിക്കൊണ്ടുവരാനാണ് പറഞ്ഞതെന്നും രഘു അമ്പിളിയോട് നുണ പറയുന്നു. ദാസർ രഘുവിനെ വിളിച്ച് ചോദിക്കുന്നു എവിടെയാണെന്ന്. ആദിലിന്റെ ഭാര്യയെ സഹായിക്കേണ്ട എന്നാണ് ദാസർ പറയുന്നത്. ദാസാറൊക്കെ ഇതുപോലെ ആരോടും ദയയില്ലാതെ പെരുമാറുന്നവരാണെന്നും നമ്മൾ കാണേണ്ടി വന്നു. സ്വർണം എടുത്തതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരു അമ്മയെയും കുഞ്ഞിനെയും സഹായിക്കേണ്ടത് രഘുവിന്റെ ഉത്തരവാദിത്തമൊന്നുമല്ല. എന്നാലും പലരും ചെയ്യുന്ന പോലെ ഒരു സഹായമായി കണക്കാക്കണം. 10 ലക്ഷം രൂപ അവർക്കിപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്നും ഒരു സഹായം, അതാണ് ഈ സമയത്ത് അവർക്ക് വേണ്ടത്. അമ്പിളിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അനുപമയോട് രഘു ഫോൺ ചെയ്തിട്ട് പോലും സംശയിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ രഘു അമ്പിളിയോട് ആദിലിന്റെ ഭാര്യയെയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ കാരണമാകൂ. അനന്തൻ മാഷ് അറിഞ്ഞാലും എന്തിനു വേണ്ടിയാണ് രഘു ആദിലിന്റെ കുടുംബത്തെ സഹായിക്കുന്നത് എന്ന് സംശയത്തിനിടയാക്കും. അനന്തൻ മാഷിനോട് ആദിൽ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നതിനിട നൽകും. സത്യത്തിൽ അമ്പിളിയുടെ സ്വർണത്തിനോടും പണത്തിനോടുമുള്ള ആർത്തിയാണ് രഘുവിന് ഇന്ന് മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലെത്തിച്ചത്. അല്ലെങ്കിൽ ആദിലിന് സ്വർണത്തിന്റെ പകുതി വില ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. ഇതുപോലുള്ള വിഷമാവസ്ഥയിലേക്ക് രഘുവിന് പോകേണ്ടായിരുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.